മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പ്രവർത്തനം കൂടുതൽ ചിട്ടപ്പെടുത്തുന്നതിനും ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നതിനുമായി പെരുമാറ്റച്ചട്ടവും പ്രവർത്തന മാർഗരേഖയും നിലവിൽ വരികയാണ്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയുടെ നിർദ്ദേശപ്രകാരം 12 ഇനങ്ങളടങ്ങിയ മാർഗരേഖ തയ്യാറായി. പൊതുഭരണ വകുപ്പ് ഉടൻ ഇത് സംബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കും. തുടർന്ന് ഓരോ വകുപ്പിലെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ ചുമതലകൾ തരംതിരിച്ച് മന്ത്രിമാർ പ്രത്യേക ഉത്തരവിറക്കും. മന്ത്രിയുടെ ഓഫീസിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തന ചുമതല പ്രൈവറ്റ് സെക്രട്ടറിക്കായിരിക്കും. പേഴ്സണൽ സ്റ്റാഫിന്റെ അച്ചടക്കം ഉറപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും പ്രൈവറ്റ് സെക്രട്ടറിക്കാണ്. സർക്കാർ നിശ്ചയിച്ച ശമ്പളം ലഭിക്കുന്ന തസ്തികകളുള്ളവർക്ക് കേരള സർവീസ് റൂൾസും കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടവും ബാധകമാകും. മറ്റു മന്ത്രിമാരുമായും വകുപ്പുകളുമായും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്നത് ഒഴിവാക്കി ആശയവിനിമയം പ്രൈവറ്റ് സെക്രട്ടറി മുഖേന ആക്കണമെന്ന നിർദ്ദേശവും മാർഗരേഖയിലുണ്ട്. പേഴ്സണൽ സ്റ്റാഫിൽ പ്രവേശിച്ച ശേഷം സർക്കാരിൽ നിന്ന് സ്വത്ത് വാങ്ങുകയോ അല്ലെങ്കിൽ സർക്കാരിന് സ്വത്ത് വിൽക്കുകയോ ചെയ്യാൻ പാടില്ല. സ്റ്റാഫ് അംഗങ്ങളുടെയോ അവരുടെ കുടുംബാംഗങ്ങളുടെയോ ഉടമസ്ഥയിലോ നിയന്ത്രണത്തിലോ ഉള്ള സ്ഥാപനങ്ങൾ മന്ത്രിയുടെ കീഴിലുള്ള വകുപ്പിനോ സ്ഥാപനങ്ങൾക്കോ സാധനങ്ങളോ സേവനങ്ങളോ നൽകുന്ന സാഹചര്യം ഒഴിവാക്കണം. സ്റ്റാഫിൽ ചേരുന്നതിന് മുമ്പ് ബിസിനസ്സിൽ ഉടമസ്ഥയോ പങ്കാളിത്തമോ ഉണ്ടായിരുന്നുവെങ്കിൽ അത് അവസാനിപ്പിക്കണം. കൂടാതെ മന്ത്രിയുടെ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ചാരിറ്റബിൾ ട്രസ്റ്റുകളിൽ നിന്ന് പോലും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ സംഭാവന സ്വീകരിക്കുന്നതിനും നിയന്ത്രണമുണ്ടാകും. മന്ത്രിയുടെ മുൻകൂർ അനുമതിയില്ലാതെ ഔദ്യോഗികമായോ സ്വകാര്യമായോ വിദേശ യാത്ര നടത്താൻ പാടില്ല. സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായ അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്നതിനും പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് വിലക്കുണ്ടാകും. പേഴ്സണൽ സ്റ്റാഫിന്റെ ഔദ്യോഗിക ഇടപെടലുകൾക്ക് വ്യക്തമായ പരിധി നിശ്ചയിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ മാർഗരേഖ കൊണ്ടുവരുന്നത്. ഇതോടെ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾക്കും ആശയവിനിമയത്തിനും കൂടുതൽ വ്യക്തത ഉണ്ടാകും. കേരള സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവലിൽ മന്ത്രിമാരെ സഹായിക്കാൻ പ്രൈവറ്റ് സെക്രട്ടറിയും ഇവരുടെ മേൽനോട്ടത്തിന് ചീഫ് സെക്രട്ടറിയും ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന കാര്യത്തിൽ വിശദമായ വ്യവസ്ഥകൾ നിലവിലില്ലായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പെരുമാറ്റച്ചട്ടവും പ്രവർത്തന മാർഗരേഖയും കൊണ്ടുവരുന്നത്. ആദ്യ സംസ്ഥാന മന്ത്രിസഭയുടെ കാലത്ത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെട്ടിരുന്നത് പ്രധാനമായും വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരായിരുന്നു. അന്ന് ഒരു മന്ത്രിക്ക് പരമാവധി 10ഓളം സ്റ്റാഫ് അംഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ നിലവിൽ എണ്ണം 25 വരെ ഉയർന്നിട്ടുണ്ട്. സ്റ്റാഫിന്റെ എണ്ണം വർദ്ധിച്ചതോടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവചിക്കേണ്ട സാഹചര്യം ഉണ്ടായതാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പ്രവർത്തനത്തിന് മാർഗരേഖ കൊണ്ടുവരുന്നതിനോടൊപ്പം മന്ത്രിസഭ യോഗത്തിന് മുന്നോടിയായി വകുപ്പുകൾ സമർപ്പിക്കുന്ന ക്യാബിനറ്റ് നോട്ടുകളിലും ഏകീകൃത രീതി നടപ്പാക്കാൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. ഓരോ വകുപ്പും മന്ത്രിസഭ പരിഗണിക്കാൻ സമർപ്പിക്കുന്ന വിഷയങ്ങൾ കൃത്യതയോടെയും ഓരോ ഫോർമാറ്റിലും തയ്യാറാക്കണം. ആവശ്യമായ വിവരങ്ങളും വസ്തുക്കളും ക്രമബദ്ധമായി ഉൾപ്പെടുത്തി പുതിയ രീതിയിലായിരിക്കണം സെക്രട്ടറിമാർ അടുത്ത മന്ത്രിസഭാ യോഗത്തിനുള്ള വിഷയങ്ങളിൽ സമർപ്പിക്കേണ്ടത്. പേഴ്സണൽ സ്റ്റാഫിന്റെ പ്രവർത്തനത്തിന് വ്യക്തമായ ചട്ടക്കൂട് ഒരുക്കുന്നതിനും മന്ത്രിമാരുടെ ഓഫീസുകളുടെ പ്രവർത്തനത്തിൽ ഏകീകൃത രീതി ഉറപ്പാക്കുന്നതിനുമുള്ള നടപടികളുടെ ഭാഗമായാണ് പെരുമാറ്റച്ചട്ടവും ക്യാബിനറ്റ് നോട്ടിനുള്ള ഏകീകൃത മാതൃകയും കൊണ്ടുവരുന്നത്.